ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നല്ല ക്രിസ്പായിട്ടുള്ള അരിപ്പപ്പടം. തീരെ എണ്ണ കുടിക്കില്ലേ, കണ്ടോ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ക്രിസ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അല്ല വെറുതെ ഒന്ന് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോഴൊക്കെ നമുക്ക് വറുത്ത് കഴിക്കാവുന്ന നല്ല ഉപ്പും മുളകും കായത്തിൻ്റെ മണമൊക്കെ ഉള്ള നല്ലൊരു അരിപ്പപ്പടം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പോയിട്ട് അരിപ്പപ്പടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ അരിപ്പപ്പടത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടി. ഇത് സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ വിജയ അരിപ്പൊടിയുടെ 1 ഗ്ലാസ് അരിപ്പൊടി കേട്ടോ. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതൊന്നുമല്ല. 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുക്കുക. 1/2 ടീസ്പൂണോളം ഞാൻ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. ഇനി എള്ള് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എള്ളൂടാ കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം മിക്സിയിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിക്കാം. എന്നിട്ട് അരിപ്പൊടി എല്ലാം മസാലയും ജീരകം ഒഴിച്ച് ബാക്കി മസാലകളും ഇടാം. ഇപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനത് എളുപ്പത്തിന് ചെയ്യണതാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കായപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ടു. അപ്പോൾ അരച്ച് കഴിഞ്ഞു. ഇത് അരച്ചു കേട്ടോ. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ദോശയുടെ പരുവാണ്, പക്ഷെ ദോശയെക്കാളും കുറച്ചും കൂടി നേർത്താണ് കേട്ടോ. കുറവ് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തോളൂ. ചില പൊടികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് കാരണം 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. കഴിഞ്ഞ് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ എള്ളിട്ടോളൂ. എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എള്ളിടാം. പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഈ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനത്തെ സൈഡ് പ്ലേറ്റ് 3 എണ്ണം തയ്യാറാക്കി വെക്കണം കേട്ടോ. ആ 3 പ്ലേറ്റ് എടുത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ആവി കയറ്റാൻ നോക്കാം. ഞാനിവിടെ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചാൽ മതി അടിയിൽ. എന്നിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന സർഫസ് ഉള്ള എന്തെങ്കിലും പരന്ന മോൾഭാഗം പരന്നിരിക്കണ ഏതെങ്കിലും പാത്രം അടിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് പപ്പടം വെച്ചിട്ട് സ്റ്റീം ചെയ്യണത്. അതിനുള്ള അടപ്പുള്ള പാത്രമായിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് റീഫൈൻഡ് ഓയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അത് കാരണം ആദ്യം കുറച്ച് റീഫൈൻഡ് ഓയിൽ തേച്ച് വയ്ക്കുക. നമുക്ക് 3 പ്ലേറ്റിലും തേച്ച് വയ്ക്കാം. 1 പ്ലേറ്റിലും ചെയ്യാം കേട്ടോ. ഞാനത് വേഗമാവാൻ വേണ്ടിയിട്ട് 3 പ്ലേറ്റ് എടുത്തുന്നേ ഉള്ളൂ. അതെടുത്തിട്ടല്ലേ പിന്നെ വെക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ വേറെ പ്ലേറ്റ് വെക്കാം. അതിന് വേണ്ടി ചെയ്യണതാണ്. 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് 40 പപ്പടം ഉണ്ടാവും കേട്ടോ. അരിപ്പപ്പടത്തിൻ്റെ മാവ് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതുപോലെ ചെറിയ സ്പൂൺ എടുത്താൽ മതി. അതിൽ ഒഴിച്ചു, കണ്ടോ? എന്നിട്ട് പതുക്കെ ദോശ പരത്തണ പോലെ പതുക്കെ ഒരു വട്ടം ഉണ്ടാക്കുക കേട്ടോ. ഒരു കനം കുറഞ്ഞ മാവാണെങ്കിൽ നമുക്ക് നല്ല കനം കുറഞ്ഞ പപ്പടം കിട്ടും. സ്പൂൺ ഒഴിക്കുക ഇങ്ങനെ. ഇപ്പം ഇതിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നല്ല കനം കുറഞ്ഞ പപ്പടം നമുക്ക് കിട്ടും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് അതിലേക്ക് പപ്പടം ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് 1.5 മിനിറ്റ് വേവിക്കണം. 1.5 മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. പപ്പടം ആയിട്ടുണ്ടാവും. പപ്പടം ആയിട്ടോ, നല്ലോണം വെന്തുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഇങ്ങനെ വാങ്ങി വയ്ക്കുക. പപ്പടം വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. അത് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പപ്പടം ശരിയാവില്ല. ഇനി നമുക്ക് അടച്ചു വയ്ക്കുക. പപ്പടം ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെന്ത പപ്പടം അടർത്തിയെടുക്കാം. ഞാനിതുപോലൊരു പോളിത്തീൻ കവർ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പപ്പടം ഇതൊന്ന് വിടിയിക്കണം. കുറച്ച് കണ്ടു, ഇങ്ങനെ കൈ കൊണ്ട് ആക്കുമ്പോഴേക്കും അത് വിടാൻ തുടങ്ങും. ഇങ്ങനെ പതുക്കെ സൈഡ് പിടിച്ചാൽ മതി. പതുക്കെ സൈഡ് പിടിച്ചാൽ അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. പൊട്ടാണ്ടേ, ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്ങനെ വിട്ടു പോരും. കണ്ടോ? വിട്ടു പോന്നു. നമ്മുടെ അരിപ്പപ്പടം തയ്യാറായി. കണ്ടോ? ഇനി നമുക്കത് വെയിലത്തിട്ട് ഉണക്കണം. ഒരു ഫുൾ ഡേ ഉണക്കണം കേട്ടോ. നല്ല വെയിലത്ത്. അഥവാ വെയിലില്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ
ഇട്ടാൽ മതി. ടേബിളിൻ്റെ മുകളിലെങ്ങാനും ഇത് വിരിച്ചിട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു പപ്പടം തയ്യാറ്. അടുത്ത പപ്പടം വെന്ത് കാണും, നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടം തയ്യാറായി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് പപ്പടം അപ്പോഴേക്കും തയ്യാറാക്കാം. ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ഒരു സ്പൂൺ മാവ് ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല കനം കുറഞ്ഞ് നല്ല പപ്പടം കിട്ടും. നല്ല അരിപ്പപ്പടം കണ്ടു ആയി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം, അടുത്തെടുക്കുകയും ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പപ്പടം തയ്യാറായി. പെട്ടെന്ന് വാങ്ങിയെടുക്കാം. നമ്മുടെ പപ്പടം വാങ്ങിയെടുത്തു. നമ്മൾ അടുത്ത പ്ലേറ്റ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടച്ചിട്ട് ഒരു 1.5 മിനിറ്റ് വേവിക്കണം. അത്ര വേണ്ടു കേട്ടോ. അത് വേവുമ്പോഴേക്കും നമുക്ക് ആ പ്ലേറ്റിലുള്ള വാങ്ങിയ പപ്പടം ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പപ്പടം സൈഡിൽ നിന്ന് ആദ്യം പതുക്കെ വിടിയിക്കാൻ തുടങ്ങാം കേട്ടോ. ഇങ്ങനെ പതുക്കെ പപ്പടം അറ്റം വിടിയിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഊരിയെടുത്താൽ മതി. ഇതാവുമ്പോഴേക്കും നമ്മുടെ അടുത്ത പപ്പടം തയ്യാറായി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പപ്പടം തയ്യാറായി. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പപ്പടവും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓരോ 1.5 മിനിറ്റിലും പപ്പടം തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ 2-3 പ്ലേറ്റ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പപ്പടം എടുക്കുമ്പോൾ കുറച്ച് ചൂടോടെ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ നോക്കിക്കോളൂ. നമ്മുടെ നെക്സ്റ്റ് പപ്പടം ആയിട്ടോ. ഞാൻ എൻ്റെ അടിയിൽ നിന്ന് പ്ലേറ്റ് മാറ്റി ഞാൻ വെയിലത്തിടാൻ പോവാണ്. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വറുത്ത് ചായയുടെ കൂടെ കഴിക്കാം. എൻ്റെ പോളത്തിൽ നിന്ന് അറിഞ്ഞു കേട്ടോ. ഞാൻ ഇത് വെയിലത്തിടട്ടെ, എന്നിട്ട് വൈകുന്നേരം വറുത്തിട്ട് കാണിക്കാം. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അഥവാ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഫാൻ്റെ അടിയിൽ ഇട്ട് ഉണക്കുക. എന്നിട്ട് രാവിലെ വെയിലത്തേക്ക് എടുത്തിടുക. ഒരു ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ മുഴുവൻ ഉണങ്ങി കിട്ടും. പപ്പടം നന്നായി ഉണങ്ങിട്ടോ. ഇനി നമുക്ക് വറുത്ത് നോക്കാം. ചീഞ്ചട്ടിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി തുടങ്ങി. നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടം നമ്മുടെ നാടൻ പപ്പടം പോലെ പൊള്ളച്ച് വരില്ല. നമ്മൾ സാവലരി പപ്പടം പോലെ തന്നെയാണ് അരിപ്പപ്പടവും. അതാദ്യം അങ്ങനെ പൊള്ളക്കില്ലേ, പക്ഷെ നല്ലോണം വലുതാവും. നമ്മൾ ചെറിയ പപ്പടം ഇട്ടാൽ നല്ല വലുതായി വരും. ഇത് നമുക്ക് ചായയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അല്ല കുട്ടികൾക്ക് വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഒരു കാരം ഒന്നും ഇടാത്ത നല്ല പ്യുവറായിട്ടുള്ള പപ്പടമല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പപ്പടം ഇട്ട് കൊടുക്കാം. ഈ പപ്പടം നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കൊണ്ടാട്ടമൊന്നുമില്ല, പപ്പടമില്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പപ്പടം എടുത്ത് വറുത്ത് കഴിക്കുകയും ചെയ്യാം. ഇത് അതിനേക്കാളും നല്ല സ്വാദാണ്. ഉപ്പും മുളകൊക്കെ നല്ലോണം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പപ്പടം എല്ലാം വറുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാൻ. എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ്. കുറച്ചൊരു സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.